ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ അവസാനത്തെ എക്സസൈസാണ്. അവസാനത്തെ എന്ന് പറഞ്ഞാൽ എക്സസൈസ് 1.3 പേജ് നമ്പർ 18 കുറച്ച് 4-5 എക്സസൈസ് ഉണ്ട്. അതിൽ അപ്പോൾ നമ്മളിവിടെ കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തീരും. ഓക്കെ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിവിഷൻ ഞാൻ പഠിപ്പിച്ചതല്ലേ, ഡിവൈഡ് ചെയ്യാൻ പഠിപ്പിച്ചതല്ലേ, സൈൻ മാത്രം നോക്കിയാൽ മതിയേ. നമുക്ക് നോക്കാം, ഓരോന്നും ഇവിടുന്ന് ഞാൻ ചെയ്തു പോകാം. ഇവിടെ നോക്കിയേ, -30 ഡിവൈഡഡ് ബൈ 10. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡിവിഷൻ ചെയ്യുമ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ആദ്യം സൈൻ നോക്കണ്ട. പക്ഷേ അഡീഷൻ സബ്ട്രാക്ഷൻ സൈൻ നോക്കി തന്നെ വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ. ഇവിടെ അങ്ങനെയല്ല, നമുക്കിവിടെ വെറുതെ ഡിവിഷനാണല്ലോ വന്നത്, അപ്പം അങ്ങ് ഡിവൈഡ് ചെയ്യുക. 30 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 3. 30യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഇനിയാണ് നമ്മൾ എന്ത് നോക്കണ്ടേ? സൈൻ നോക്കേണ്ടത്. എന്തൊക്കെയാണ്? ഒരു മൈനസും പ്ലസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നോട്ട് എഴുതാം. നോക്കിയേ, നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സൈൻ വരുന്നത് ഒരുപോലെയാണ്. ഒരു പ്ലസും ഒരു മൈനസും, അത് എവിടെ വേണമെങ്കിലും കിടന്നോട്ടെ. ഇവിടെ ആയിക്കോട്ടെ മൈനസ്, ഇവിടെ ആയിക്കോട്ടെ മൈനസ്, ഒരു പ്രശ്നവുമില്ല. ഒരു പ്ലസും മൈനസും വന്നാൽ ആൻസർ മൈനസ് ആയിരിക്കും. 2 മൈനസ് ആണ് വരുന്നെങ്കിൽ ആൻസർ പ്ലസ് ആയിരിക്കും. ഇത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഒരു മൈനസും ഒരു പ്ലസും. ഇനിയിപ്പോൾ സൈൻ ഇടാൻ പഠിച്ചേ. ഓക്കെ, ആൻസർ എത്രയാ? -3. ശരിയല്ലേ? ഓക്കെ, ഇനി 50 ഡിവൈഡഡ് ബൈ -5. ഇപ്പം ഇവിടെ സൈൻ നോക്കുന്നില്ല നമ്മൾ. 50യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 അല്ലേ? 10 ആണ് ആൻസർ. ഒരു പ്ലസ് മൈനസ്, അപ്പം ആൻസർ എന്തായിരിക്കും മക്കളെ? -10. ഓക്കെ, ഇവിടെ സൈൻ നോക്കുന്നില്ല. -36 ഡിവൈഡ് ബൈ -9. നമ്മൾ സൈൻ നോക്കുന്നില്ല. 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തേ 4. രണ്ടും മൈനസ് ആണ്. രണ്ടും മൈനസ് വന്നാൽ ആൻസർ എന്നാ വരണം? പ്ലസ്. അപ്പം ആൻസർ എന്താണ്? +4. എളുപ്പമല്ലേ? അടുത്ത് -49 ഡിവൈഡ് ബൈ +49. നമ്മൾ സൈൻ നോക്കുന്നില്ല. 49നെ 49 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, സെയിം സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഇസ് 1. ഓക്കെ, ഒരു മൈനസ് ഒരു പ്ലസ്, ഒരു പ്ലസും മൈനസും വന്നാൽ മൈനസ് അല്ലേ? അപ്പം ആൻസർ എന്താണ്? -1. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് കിടക്കുന്ന സംഖ്യയ്ക്കാണ് മൈനസ് വരുന്നെങ്കിലും സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന സംഖ്യയ്ക്കാണ് മൈനസ് വരുന്നെങ്കിലും എവിടെ പൊസിഷൻ വന്നാലും പ്ലസും മൈനസും ആണെങ്കിൽ ആൻസർ മൈനസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. 13 ഡിവൈഡഡ് ബൈ -2 + 1 ബ്രാക്കറ്റിലാണിത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ ആദ്യം അങ്ങ് ചെയ്യും. ഓക്കെ, ഞാൻ ആ F ക്വസ്റ്റ്യൻ ഇങ്ങോട്ടൊന്ന് മാറ്റട്ടെ. നമുക്ക് ഇച്ചിരി ചെയ്യാനില്ലേ? 0 ഡിവൈഡഡ് ബൈ -12 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളെ ചെയ്യും. ഓക്കെ, നമുക്ക് ആദ്യം എഴുതാം. അപ്പം 13 ആദ്യം എഴുതണേ. 13 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ചെയ്യാൻ പോവാണ്. ബ്രാക്കറ്റിൽ എന്താണ്? -2 + 1. ഇവിടെ അഡീഷനാണ് കാൽക്കുലേഷൻ കിടക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഡിവിഷനും വന്നിരിക്കുന്നു, അഡീഷനും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം ബ്രാക്കറ്റിൽ കിടക്കുന്നത്. ബ്രാക്കറ്റിൽ കിടക്കാൻ അഡീഷനാണ്. ഒരു മൈനസും ഒരു പ്ലസും അല്ലേ? -2 + 1. ഒരു പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്നാൽ എന്താ മക്കളെ നമ്മൾ ചെയ്യുന്നത്? മൈനസും പ്ലസും കൂടെ ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ എടുത്തെഴുതും അല്ലേ? അപ്പൊ സബ്ട്രാക്ട് ചെയ്ത് 2ൽ നിന്ന് 1 പോകെ എത്രയാ? 1. അതിന്റെ ലാർജർ സൈൻ ആണ്. ലാർജർ ആരാ? 2 അല്ലേ? അപ്പൊ 2ന്റെ സൈൻ എന്നാ? മൈനസ്. അപ്പൊ എന്നാ വരും? -1. മനസ്സിലായോ? അതൊക്കെ അറിയാവുന്ന കാര്യമാണ്, പിന്നെ പറയണ്ട. ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. ഓക്കെ, ഇനി അടുത്തത് ഡിവിഷനാണ്. 13 ഡിവൈഡഡ് ബൈ -1. 13നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഏത് സംഖ്യയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്നാ കിട്ടും? സെയിം ഡിജിറ്റ് തന്നെ കിട്ടും. സെയിം നമ്പർ, ഡിജിറ്റൽ സെയിം നമ്പർ തന്നെ കിട്ടും. പ്ലസ് മൈനസ്, ഒരു പ്ലസും മൈനസും വന്നാൽ -13. എളുപ്പമല്ലേ? ഓക്കെ, ഇതൊന്ന് റബ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. കുറേ കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അടുത്തത് F. 0 ഡിവൈഡഡ് ബൈ -12. നമുക്കറിയാം, ഏത് സംഖ്യയും
സീറോയെ ഏത് സംഖ്യ കൊണ്ട് സീറോയെ ഡിവൈഡ് ചെയ്താലും ആൻസർ ഈസ് 0. പക്ഷെ 0 കൊണ്ട് ഡിവൈഡ് തിരിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നോ? -12നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് മീനിങ്ലെസ് ആണ്, നമ്മൾ പഠിച്ചതാണ്. പക്ഷെ സീറോയെ ഡിവൈഡ് ചെയ്യാം. സീറോയെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ ഈസ് 0. ഇനി അടുത്ത് നമുക്ക് ജി ചെയ്യാം മക്കളെ. -31 ഡിവൈഡഡ് ബൈ -30 പ്ലസ് -1. ഓക്കെ, ബ്രാക്കറ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യാം. ഞാൻ -31 ആദ്യം എഴുതി, അതാണല്ലോ ആദ്യം കിടക്കുന്നത്. ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ചെയ്തേ. ഇവിടെ ബ്രാക്കറ്റിൽ എന്താ വന്നിരിക്കുന്നത്? അഡീഷൻ. രണ്ട് മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, 2 മൈനസ് ആണ് ആഡ് ചെയ്യാൻ വന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യും മക്കളെ? ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് സൈൻ കൊടുക്കും? മൈനസ് സൈൻ കൊടുക്കും. ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ, രണ്ട് സെയിം വന്ന്. അപ്പൊ ആഡ് ചെയ്യാം, ഇത് രണ്ടും ആഡ് ചെയ്യാം. 30 + 1 30 + 1 31. 2 മൈനസ് ആണ്, ആഡ് ചെയ്തിട്ട് നമ്മൾ മൈനസ് സൈൻ കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത ഡിവിഷൻ വന്നു. -31 ഡിവൈഡ് ബൈ -31. സൈൻ നോക്കണോ? വേണ്ട, ഇപ്പൊ നോക്കുന്നില്ല. 31നെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് സംഖ്യ സെയിം സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാ? 1. ഓക്കെ, മൈനസും 2 മൈനസ് വന്നാൽ ആൻസർ എന്നായിരിക്കും? പ്ലസ്. ഓക്കെ, നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയുക. -36 ഡിവൈഡഡ് ബൈ 12, അതാണ് ബ്രാക്കറ്റ്, ഡിവൈഡഡ് ബൈ 3. അപ്പൊ അതേപോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റുള്ള ആദ്യം ചെയ്യാം. ഓക്കെ, 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ്? 3 അല്ലേ? 12 × 3 ആണ് 36. ഇനി സൈൻ -36 + 12. മൈനസും പ്ലസും വന്നാൽ ആൻസർ -3. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. ഇവിടെ സെയിം സൈൻ നോക്കുന്നില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സെയിം സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് 1. മൈനസ് ഇത് പ്ലസ് മൈനസും വന്ന ആൻസർ -1. -1 എപ്പോഴും ബ്രാക്കറ്റ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഒരെണ്ണം കൂടെ ഉണ്ട്. -6 വേണ്ട, ഞാൻ കുരുകുരാന്ന് എഴുതാനൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് കാണണ്ടേ ശരിക്കും ചെയ്തു വെച്ചേക്കുന്നത് എന്നാണ്. -6 + 5 ഡിവൈഡഡ് ബൈ -2 + 1. ഓക്കെ, ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ചെയ്തിട്ട് ബാക്കി കാൽക്കുലേഷൻ. ഇത് പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യാനാണ് വന്നത്. പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്യൂ? അല്ല, പിന്നെ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത 6 ന്ന് 5 പോകെ 1. ലാർജർ സൈൻ ആരാ? ലാർജർ 6. 6ന്റെ സൈൻ നമ്മളെ -1. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇത് -2 + 1. ഇവിടെ പ്ലസും മൈനസും ആഡ് ചെയ്യാൻ വന്നു. നമ്മൾ ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. 1 ആടെ സൈൻ ലാർജർ സൈൻ. അപ്പൊ -1 ഡിവൈഡഡ് ബൈ -1. സൈൻ നോക്കുന്നില്ല. 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 തന്നെ. 2 മൈനസ് ആൻസർ ഈസ് +1. +2 കേട്ടോ. 2 ആവശ്യമില്ല കേട്ടൊന്നും പറഞ്ഞ പ്രശ്നവും ഒന്നുമില്ല. അപ്പൊ നമ്മൾ നമ്മുടെ എക്സസൈസ് 1.3യുടെ ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ എത്ര വരെ ഉണ്ടായിരുന്നു? I വരെ. എല്ലാം ചെയ്തു. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യമാണ്. അപ്പം ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രിപ്ഷനൊക്കെ ഒത്തിരി കുറവാണ്. ഒത്തിരി പേരിലേക്ക് ഇത് എത്തണ്ടേ? അതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.